തോറ്റാൽ വേൾഡ് കപ്പിൽ നിന്നും പുറത്താകുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ കരുത്തരായ ഓസീസിനെതിരെ പോരാടാൻ ഇറങ്ങിയത്. താരതമ്യേന ചെറിയ വിജയലക്ഷ്യമായിരുന്നിട്ടും അസാമാന്യമായ പോരാട്ട വീരം പുറത്തെടുത്ത അഫ്ഗാൻ ഓസീസിനെ വരിഞ്ഞുകെട്ടി. 149 എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസീസിനെ 127 പിടിച്ചുകെട്ടി. അങ്ങനെ ഓസീസിനെതിരെ തങ്ങളുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ആദ്യ വിജയം സ്വന്തമാക്കി ചരിത്രത്തിലേക്കാണ് അഫ്ഗാനിസ്ഥാൻ കടന്നു കയറിയത്. ഇതോടെ അഫ്ഗാൻ ടീം വേൾഡ് കപ്പ് സെമി സാധ്യതകളും നിലനിർത്തിയപ്പോൾ ഇന്ത്യക്കത് തിരിച്ചടിയാവുകയും ചെയ്തു. സെമിയിലേക്ക് കടക്കുക ഇന്ത്യക്ക് ഇനി അത്ര എളുപ്പമല്ല. ഓസീസിനെതിരെയുള്ള അടുത്ത മത്സരം ജയിക്കാനായില്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റു മത്സര ഫലങ്ങളെ ആശ്രയിക്കേണ്ടി വരും. പക്ഷെ ഇന്ത്യക്ക് ഓസീസിനെ പരാജയപ്പെടുത്താനായാൽ സെമി ഉറപ്പിക്കാം. എന്നാൽ അഫ്ഗാനിസ്ഥാനെതിരെ ഓസ്ട്രേലിയ ജയം നേടിയിരുന്നെങ്കിൽ ഗ്രൂപ്പ് 1 നിന്ന് ഇന്ത്യയും ഓസീസും സെമിയിലേക്ക് കടക്കുമായിരുന്നു. പക്ഷേ അട്ടിമറി ജയത്തോടെ അഫ്ഗാൻ ടീമുകളുടെ കണക്കുകൂട്ടലുകളെ താളം തെറ്റിച്ചു. നിലവിൽ 2 മത്സരങ്ങളിൽ നിന്ന് 2 ജയവുമായി 4 പോയിന്റോടെ ഇന്ത്യയാണ് ഒന്നാമത്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റുമായി ഓസ്ട്രേലിയയും അഫ്ഗാനും പട്ടികയിൽ 2-3 സ്ഥാനങ്ങളിലാണുള്ളത്. അഫ്ഗാനും ഓസ്ട്രേലിയക്കും 2 പോയിന്റ് വീതമാണെങ്കിലും മികച്ച റൺ റേറ്റാണ് ഓസ്ട്രേലിയക്ക് തുണയായത്. 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട ബംഗ്ലാദേശിന് ഇനി സാധ്യതകളില്ല. ഗ്രൂപ്പിലെ ആദ്യ 2 സ്ഥാനക്കാരാണ് സെമിയിലേക്ക് മുന്നേറുക. 4 ടീമുകളിൽ ഏറ്റവും സാധ്യത ഇന്ത്യക്ക് തന്നെയാണ്. അടുത്ത മത്സരത്തിൽ ഇന്ത്യക്ക് ഓസീസിനെ കീഴടക്കാൻ സാധിച്ചാൽ സമ്പൂർണ്ണ ജയവുമായി സെമിയിലേക്ക് കടക്കാം. എന്നാൽ മത്സരം തോറ്റാൽ ഗ്രൂപ്പിലെ മറ്റു മത്സരങ്ങളുടെ ഫലം ആശ്രയിക്കേണ്ടി വരും. തോൽക്കുന്ന പക്ഷം ഇന്ത്യക്കും ഓസീസിനും 3 മത്സരങ്ങളിൽ നിന്നായി 4 പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. ഓസീസ് മികച്ച ജയം നേടിയാൽ നെറ്റ് റൺ റേറ്റിൽ ഇന്ത്യയെ മറികടന്ന് പട്ടികയിൽ നിന്ന് 1-ാം സ്ഥാനത്തോടെ സെമിയിലെത്തും. ഇന്ത്യക്കാണ് മികച്ച റൺ റേറ്റെങ്കിൽ ഇന്ത്യ സെമിയിലെത്തും. ഇനി ഓസീസ് റൺ റേറ്റിൽ ഇന്ത്യയെ മറികടന്ന് സെമിയിലെത്തിയാലും ഇന്ത്യക്ക് സാധ്യതയുണ്ട്. ഗ്രൂപ്പിലെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പോരാട്ടത്തിൽ ബംഗ്ലാദേശ് വിജയം സ്വന്തമാക്കണം. അല്ലെങ്കിൽ അഫ്ഗാൻ വിജയം സ്വന്തമാക്കിയാലും നെറ്റ് റൺ റേറ്റിൽ ഇന്ത്യയെക്കാൾ മറികടക്കാതിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനും ഓസീസും വിജയം സ്വന്തമാക്കുകയും നെറ്റ് റൺ റേറ്റിൽ ഇരു ടീമുകളും ഇന്ത്യയെക്കാൾ മുന്നേറുകയും ചെയ്താൽ മാത്രമേ സെമി ഫൈനൽ പ്രവേശനത്തിന് ഇന്ത്യക്ക് മങ്ങലേൽക്കുകയുള്ളൂ. ഇങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യ സെമി കാണാതെ പുറത്താവും. പക്ഷേ നിലവിൽ നെഗറ്റീവ് റൺ റേറ്റിലുള്ള അഫ്ഗാന് ഇന്ത്യയെ മറികടക്കുക എന്നത് അത്ര എളുപ്പമല്ല. നിലവിൽ 2.425 ആണ് ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ്. ഓസ്ട്രേലിയയുടേത് 0.223. എന്നാൽ അഫ്ഗാനിസ്ഥാന്റേത് -0.650 ആണ്. ഓസ്ട്രേലിയക്കെതിരെ അട്ടിമറി വിജയം നേടിയതോടുകൂടി ഇനിയുള്ള ശേഷിക്കുന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും അതുപോലെ ഇന്ത്യയും വിജയം സ്വന്തമാക്കിയാൽ 2 പേർക്കും സെമിയിലേക്ക് കടക്കാം. ഓസ്ട്രേലിയയും ബംഗ്ലാദേശും അപ്പോൾ പുറത്തു പോകും. തിങ്കളാഴ്ച രാത്രി 8 മണിക്കാണ് ഓസീസ് ഇന്ത്യ മത്സരം. ചൊവ്വാഴ്ച രാവിലെ 6 മണിക്കാണ് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുക. ഓസീസിനെ പരാജയപ്പെടുത്തിയാൽ ഇന്ത്യക്ക് ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. എന്നാൽ എപ്പോഴും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് T20 പോരാട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ ആവേശകരമായ പോരാട്ടമായിരിക്കും നടക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെ സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടുമെന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.